മകരവിളക്കിനൊരുങ്ങി ശബരിമല. ഇന്ന് മകരവിളക്കാണ്. തീർത്ഥാടക ലക്ഷ്യങ്ങൾക്ക് ദർശന പുണ്യം പകരാൻ ഇന്നത്തെ സന്ധ്യയിൽ ശബരിമലയിൽ മകരജ്യോതി തെളിയും. പുലർച്ചെ 2:46 മകരസംക്രമ പൂജയോടെ മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമാകും. വിവരങ്ങളുമായി ശ്യാം ചേരുകയാണ്. ശ്യാം, വിവരങ്ങൾ. നീലിമ, ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സന്ധ്യയ്ക്ക് ഉയരുന്ന പൊന്നമ്പലമേട്ടിൽ നിന്ന് ഉയരുന്ന ആ മകരവിളക്ക് കാണാനായിട്ടുള്ള തീർത്ഥാടകരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന നിമിഷവും പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടുകൂടി തന്നെയാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും 10:30 തന്നെ പമ്പയിൽ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും വലിയൊരു അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്തെ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. 12:50 തന്നെ ക്ഷേത്ര പൂജാ ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്യും. ഇതിനുശേഷം അടയ്ക്കുന്ന ക്ഷേത്രനട പിന്നീട് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തുറക്കുക. 5 മണിക്ക് തുറക്കുന്ന ക്ഷേത്രനട തുറക്കുമ്പോഴേക്കും ശബരിമല മേൽശാന്തി തിരുവാഭരണ പേടക വാഹക സംഘത്തെ യാത്രയയക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് നടക്കും. തിരുവാഭരണ പേടക വാഹക സംഘത്തെ യാത്രയയക്കാനായി സംഘത്തെ മാലയിട്ട് യാത്രയാക്കുകയും ചെയ്യും. ഇവർ ശരംകൊത്തിയിലെത്തിയ ശേഷം തിരുവാഭരണ പേടക വാഹക സംഘത്തെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് 18-ാം പടിയിലേക്ക് എത്തിച്ചേരുകയും 18-ാം പടിക്ക് മുകളിൽ വെച്ച് തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് തിരുവാഭരണ പേടക സംഘത്തെ സ്വീകരിച്ചുകൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് എത്തിക്കും. തുടർന്ന് സർവാഭരണ വിഭൂഷത്തിനായി എത്തുന്ന ദീപാരാധന അയ്യന് ചാർത്തിക്കൊണ്ട് ദീപാരാധന നടക്കും. ഇതിനുശേഷമായിരിക്കും പൊന്നമ്പലമേട്ടിൽ, കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. എന്തായാലും ആ സുലഭമായ നിഷ്പക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തീർത്ഥാടകർ. ഓരോ ഖണ്ഡങ്ങളിൽ നിന്നും ചരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷമായി ശബരിമല സന്നിധാനത്ത് നിന്ന് ഓരോ മുഖങ്ങളിലും ഓരോ വാക്കുകളിലും ഇപ്പോൾ സ്വാമി മന്ത്രങ്ങളും ചരണമന്ത്രങ്ങളുമാണ് ഇപ്പോഴും ഉയരുന്നത്. ചരണമന്ത്ര മുഖരിതമായ സന്നിധാനത്തെ എല്ലാ കണ്ണുകളും കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്ന പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി തിളക്കിനുള്ള കാത്തിരിപ്പിലാണ്. വിവിധ ഇടങ്ങളിൽ സന്നിധാനത്തും പരിസരത്തുമെല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ പർണശാലകൾ കെട്ടി ദിവസങ്ങൾക്ക് മുമ്പേ കാത്തിരിക്കുന്ന ഓരോ തീർത്ഥാടകനും കിഴക്കൻ ചക്രവാളത്തിൽ അല്ലെങ്കിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരവിളക്ക് ദർശിക്കാനുള്ള കാത്തിരിപ്പിലാണ്. നമ്മളിപ്പോൾ കാണുന്ന 18-ാം പടിയുടെ ദൃശ്യങ്ങളാണ്. ഓരോ തീർത്ഥാടകനും ഇപ്പോഴും ഈ 18-ാം പടി കടന്നു വരുമ്പോൾ 12:50 തന്നെ ക്ഷേത്ര പൂജാ ചടങ്ങുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അയ്യപ്പ ദർശനം വളരെ സുഗമമായി സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു തീർത്ഥാടനം, സുഗമമായ തീർത്ഥാടനം ദർശിക്കാനായി അയ്യപ്പ ദർശനത്തിന് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോലീസും വരുമ്പോഴേക്കും അയ്യപ്പ ദർശനം സുഗമമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഓരോ തീർത്ഥാടകനും ഈ ഒരു പടിക്കെട്ട് താണ്ടി തത്വമസി എന്ന് പറയുന്ന ബോർഡിലൂടെ ഈ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു വലിയൊരു തീർത്ഥാടക ലക്ഷ്യങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകെത്തുമ്പോഴേക്കും ഒരു കാലം നീണ്ടു നിന്നിരുന്ന വലിയൊരു തീർത്ഥാടന സബരിക്കാണ് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്കിനോടുകൂടി തന്നെ പരിപൂർണമായ സമാപ്തിയിലേക്ക് എത്തുന്നത്. നീലിമ.